അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദും സമീറയും അതാ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഷമി, ആ ഇക്ക എല്ലാം എടുത്തില്ലേ? ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ എടുത്തു. പിന്നെ ഒരു കുപ്പി വെള്ളം പിടിക്കുക, കാരണം പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ തിരക്കൊക്കെ ആണെങ്കിലോ. ആ ഇക്ക അതേനെ എടുത്തിട്ടുണ്ട്. ആ അല്ലെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഐഷുവിന് കഴിക്കാൻ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട് ഞാനൊരു ടിഫിൻ ബോക്സിൽ. ഓ എൻ്റെ പെണ്ണേ, മാഷാ അല്ലാ, ഒരു ഉമ്മയുടെ കരുതലല്ല നീ അല്ലേ, കരുതുന്നുണ്ടല്ലേ എൻ്റെ കുട്ടിക്ക്. അല്ല സോറി, നമ്മളെ കുട്ടിക്ക്. ഇക്ക അതെൻ്റെ കൂടി കുഞ്ഞല്ലേ, അത് പിന്നെന്താ ഞാൻ കരുതാതിരിക്കുമോ? ഐഷുവിന് കുടിക്കാനുള്ള വെള്ളവും ഐഷുവിനുള്ള ഫുഡൊക്കെ ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഉമ്മച്ചി കുഞ്ഞാവൻ എന്ന് കിട്ടുമോ? ശരിക്കും അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം സമീർ ചിരിച്ചു പോയി. ഉസ്താദ് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. ഇൻഷാ അല്ലാ ഉപ്പാൻ്റെ കുട്ടി ഈ കുഞ്ഞി കൈകൾ കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം കേട്ടോ. നമ്മളെ കുഞ്ഞിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ടോ. ഉപ്പച്ചി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എനിക്കൊരു കുഞ്ഞനിയത്തിയെ വേണം, കുഞ്ഞനിയനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ മാഷാ അല്ലാ, അല്ലെങ്കിൽ ഉപ്പച്ചിൻ്റെ കുട്ടി നല്ല കുട്ടിയല്ലേ, ബാപ്പാൻ്റെ അല്ലേ മോള്. അത് പിന്നെ കുറച്ചൊക്കെ വിവരമൊക്കെ ഇല്ലാതിരിക്കുമോ? ബാപ്പാൻ്റെ പ്രസംഗം കേൾക്കാൻ എത്ര ഫാൻസാണ്, എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. ആയിക്കോട്ടെ, എന്നാലും മാഷാ അല്ലാ നിങ്ങൾ കിട്ടിയത് ഉസ്താദേ എൻ്റെ ഭാഗ്യം തന്നെയല്ലേ, പഠിച്ച റബ്ബ് എനിക്ക് തന്നത് തന്നെയല്ലേ. അല്ലാ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്കും വലിയൊരു സൗഭാഗ്യം. ഷമി, നീ അങ്ങനെയൊന്നും പറയല്ലേ മുത്തേ. പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്യേ, അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക മാത്രമേ പറ്റുള്ളൂ മോളെ. ഏത് നിമിഷവും എന്തും സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉള്ളതൊന്നും നമ്മളുടേതല്ല. അതെ, ആ കുഞ്ഞുമക്കൾ ഏത് ആരൊക്കെ തന്നെയായാലും ഇന്നൊരു പക്ഷേ ഈ ബെഡിൽ നീയും ഞാനും കിടക്കും, പക്ഷെ നാളെ ഈ ബെഡിൽ ഞാനുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇക്ക അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് പേടിയാകുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ തന്നെ വന്നാലും നമ്മൾ വിചാരിക്കണം, അള്ളാഹുവേ നീ ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്, ഏത് നിമിഷവും നീ അങ്ങ് എടുത്തു കൊണ്ടുപോകും. അള്ളാഹുവേ ഇതൊന്നും ശാശ്വതമല്ലല്ലോ, ഇതൊക്കെ ഏത് നിമിഷവും പടച്ച റബ്ബ് തിരിച്ച് വിളിച്ചാൽ പോകേണ്ടി വരും, കൊടുക്കേണ്ടി വരും, അതുറപ്പായിട്ടും അല്ലേ. അങ്ങനെയല്ലേ. ഒന്നും നമ്മളുടേതല്ല എൻ്റെ ഷമി, ഒന്നും നമ്മളുടേതല്ല. എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഏത് നിമിഷവും അള്ളാഹു തിരിച്ചെടുക്കും എന്നുള്ളൊരു ബോധം കൂടി വേണം. അന്ന് നമ്മൾ കണ്ടില്ലേ, ആ ഉമ്മയും ഉപ്പയുടെയും കൂടെ സഞ്ചരിച്ച ആ ഒരു മക്കൾ, 4 മക്കൾ, എത്ര സുന്ദരമായിട്ടായിരുന്നു അവരുടെ ജീവിതം. അതെ, ആ 5 മക്കൾ, ആ ഒരു പെങ്ങളുട്ടിയെ മാത്രം ബാക്കിയാക്കി 4 ആങ്ങളമാരും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്ര എളുപ്പം കൊണ്ടാണ് പോയത്. ഒരു നിമിഷം അല്ലേ, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവർ യാത്രയായി. അതാണ് പറഞ്ഞത്, ഒന്നും നമ്മളുടേതല്ല, നമ്മളുടേതാണെന്ന് നമ്മൾ കരുതാനേ പാടില്ല. ഒന്നും എല്ലാം അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു ഏത് നിമിഷവും തിരിച്ചെടുക്കും. അതെ, നമുക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. എൻ്റെ പെണ്ണെ സെഹ്റ, അവൾ എൻ്റേത് മാത്രമാണ്, എന്നും എനിക്കുള്ളതാണെന്ന് ഞാൻ കൊതിച്ചു പോയതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അള്ളാഹു കൊണ്ടുപോയില്ലേ. ഒരു കൈക്കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അവൾ ആ കഫൻ പുടവയിൽ കിടക്കുന്ന ആ രംഗം, എൻ്റെ പിഞ്ചു പൈതൽ എൻ്റെ കൈകളിൽ കരയുകയാണ്. അതെ, അമ്മിഞ്ഞ പാലിന് വേണ്ടി എൻ്റെ പൊന്നുമോള് കരയുമ്പോൾ എൻ്റെ നെഞ്ചിലുള്ള വേദന അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഷമി, എൻ്റെ പൊന്നുമോളെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ഓള് പോയില്ലേ. അതെ, അള്ളാഹു കൊണ്ടുപോകും. അത് മക്കളായാലും ഭാര്യയായാലും മാതാപിതാക്കളായാലും ഒക്കെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക, പടച്ച റബ്ബിനെ ഓർക്കുക. അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ എന്താ, പടച്ചോ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്തൊരു ടെൻഷനാണെങ്കിലും നമുക്ക് പടച്ച റബ്ബിനോട് പറയണം, ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
എന്നാൽ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാ റഹ്മാനെ പഠിച്ചോനെ, എനിക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ടല്ല, ഞാനിത് ഒരാളോട് എനിക്ക് പറയാൻ കഴിയില്ലല്ല, നിന്നോട് മാത്രമേ കഴിയുള്ളൂ റഹ്മാനെ, നീ എൻ്റെ മനസ്സിലാ മുറാദ് നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി പറഞ്ഞാൽ നോക്ക്, അള്ളാഹു സ്വീകരിക്കും. കാരണം അള്ളാഹ് നോക്കുന്നുണ്ട്, ആരൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരോടും പറയരുത്. നമുക്ക് എന്ത് വിഷമങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരാളോട് പറയരുത്. ആരോടെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് പടച്ച റബ്ബിനോടെന്ന് പറയാം, അല്ലാ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടല്ലേ, അള്ളാഹുവേ എനിക്ക് നീ അതിനുള്ള എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് തോന്നിപ്പിച്ചു കൊണ്ടല്ല. പടച്ച റബ്ബിനോട് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പടച്ച റബ്ബ് തോന്നിപ്പിച്ചു തരും. ഇന്ന ആളോട് പറഞ്ഞൊരു പക്ഷേ ശരിയാകും, അത് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവും എന്ന് അള്ളാഹു തോന്നിപ്പിക്കും. അങ്ങനെ നമുക്ക് പോകാൻ തോന്നും. അതാണ് എല്ലാത്തിനും പടച്ച റബ്ബിനോട് നമ്മൾ കാവലിന് തേടുക എല്ലാ കാര്യത്തിലും. ശരിക്കും അപ്പോഴും അത് സമീറയ്ക്ക് ഒരുപാട് അറിവുകളാണ് ഉസ്താദ് പകർന്നു നൽകിയത്. ഒരു നിമിഷം അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അതെ, എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. അള്ളാഹുവെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. സമീറയുടെ മുഖത്തേക്ക് ഉസ്താദ് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? ഒന്നുമില്ല ഉസ്താദേ, അങ്ങേ തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാ, എന്തായാലും നമ്മൾ റിസൾട്ട് ഇന്ന് സ്കാനിങ് ആണല്ലോ. എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് റഹ്മാനെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അതാ അവർ പുറപ്പെടുകയാണ്. അല്ലാ, ഉമ്മാനെ വിളിച്ച് പറഞ്ഞില്ല. വിളിച്ച് പറഞ്ഞേക്ക്. അത് പെറ്റുമ്മയ്ക്ക് പകരം ഇപ്പോഴുള്ള ഉമ്മ അത് ഐഷുമ്മ തന്നെയല്ലേ. സമീർ അതാ ഫോൺ ചെയ്യുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോളെ. അല്ല കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി എന്താ പണി? നോമ്പെടുക്കണുണ്ടോ നാളെ? ഉമ്മ ഇൻഷാ അല്ലാ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ കേട്ടോ. മോളെ കഴിയൂലെങ്കിൽ ഇപ്പോൾ സുന്നത്തല്ലേ, അതൊന്നും ഇപ്പോൾ എടുക്കണമെന്നില്ല. അല്ലുമ്മ, അതിപ്പോൾ എന്താ എത്രമാത്രം പ്രതിഫലം ഉള്ളതാണ്. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ എടുത്തോളി. കാരണം ചില ഡോക്ടർമാർ ചീത്തറയും. അന്നിപ്പോൾ നുസിനെ ആരോ ഇപ്പോൾ ഓള് നോമ്പ് തോറ്റു, ഒരൊറ്റ നോമ്പ് ഓൾ ഒഴിവാക്കിയില്ല. ഓള് പറഞ്ഞു എനിക്ക് നോമ്പ് നോൽക്കാതിരിക്കാൻ കഴിയൂല, അള്ളാഹു നൽകിയതല്ലേ ഈ കുഞ്ഞിനെ, അല്ലാതിപ്പോൾ വേറെയുള്ള നമ്മൾ വെച്ച് കെട്ടിയതൊന്നല്ലല്ലോ. പടച്ച റബ്ബ് തന്നിക്കണമെങ്കിൽ അതിന് അന്നം വെള്ളം കൊടുക്കുന്ന രീതിയും പടച്ച റബ്ബിനറിയാം. അതിപ്പോൾ നമ്മൾ ഒരു നേരം ഒരു ഉച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കി വിചാരിച്ച് കാണുന്നു കുഞ്ഞിനൊന്നും പറ്റില്ല. എൻ്റെ നുസി എല്ലാ നോമ്പും പിടിച്ചിരുന്നു, ഒറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തേ കുഴപ്പം? ഒരു കുഴപ്പമില്ല മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഡോക്ടർമാർ കുറച്ച് ചീത്തയൊക്കെ പറയും. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ കുഞ്ഞിനെ വേണ്ടേ, നിങ്ങളത് നോക്കിയാൽ മതിയോ? നിങ്ങൾക്ക് പഠിച്ചോനാണോ വലുത്? നിങ്ങൾക്ക് പഠിച്ചോനും മേലെ കുഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതും പറയും. പക്ഷേ അള്ളാഹു നമുക്ക് കുഞ്ഞിനെ നൽകണത്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ നോമ്പ് തോൽക്കുക, നിസ്കരിക്കുക, പടച്ച റബ്ബിനെ നമ്മൾ ഇബാദത്ത് ചെയ്യണതിന് ഒരു കുഴപ്പവും പറ്റൂല കുട്ടിക്ക്. ഏതായാലും കുട്ടി മട്ടം പോലെ ചെയ്യട്ടോ. അനക്ക് ക്ഷീണം ഉണ്ടെന്നുണ്ട്, നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ, നമുക്ക് ബുദ്ധിമുട്ടാണോ, അങ്ങനെയാണെങ്കിൽ നോമ്പും ഇതൊക്കെ ഒഴിവാക്കാം. പക്ഷേ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ ആൾ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അങ്ങോട്ട് തീരുമാനിക്കും. കുഞ്ഞിന് കൈ വളരുന്നതും കാല് വളരുന്നതും കണ്ണുണ്ടാകുന്നതും മൂക്കുണ്ടാകുന്നതും ചെവി ഉണ്ടാകുന്നതും അതൊന്നും നമ്മളറിയണില്ലല്ലോ. അതൊക്കെ പടച്ച റബ്ബല്ലേ. അതിൻ്റെ നേരാകുമ്പോൾ എല്ലാ സൃഷ്ടിപ്പുകളും ഇങ്ങനെ ആയി വരികയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്. അല്ല മക്കളെ, നിങ്ങളിങ്ങോട്ട് വരുന്നില്ലേ? ഉമ്മ, ഞാൻ വിളിച്ചത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആണോ? പഠിച്ചോനെ റഹ്മാനെ, ആയിക്കോട്ടെ. ഉമ്മ അന്ന് സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ദുആ ചെയ്യണം. ഒന്നും ഉണ്ടാവില്ല ഉമ്മാൻ്റെ കുട്ടിയെ. നല്ല രീതിയിൽ നിങ്ങൾ പോരി കേട്ടാ, നല്ല രീതിയിൽ റാഹത്തായിട്ട് നിങ്ങൾ പോരി. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പോരി മോളെ. എന്നാൽ പിന്നെ ഐഷൂനങ്ങോട്ട് അല്ലുമ്മ പോന്നോട്ടെ, അവള് പൂതി വെച്ചതാണ്. ആയിക്കോട്ടെ. അല്ല ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിലേ ചിലപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കേൾക്കാറേ, അപ്പോൾ ആ കുട്ടിനെ എടുക്കാറാക്കണ്ടല്ലോ വിചാരിച്ചു കണ്ട്. ഉമ്മ അത് കുഴപ്പമില്ല, ഉസ്താദ് ഉണ്ടല്ലോ. ആയിക്കോട്ടെ മക്കളെ, എന്നാൽ പോയി വരി. അങ്ങനെ അതാ ഉസ്താദും ഐഷുവും സമീറയും കൂടെ അതാ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. അവർ ഫ്ലാറ്റ് പൂട്ടി
ഇറങ്ങി. എന്നാൽ ഐഷു പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡോർ തുറന്ന് അതാ പിന്നിലേക്കാണ് പോയത്. എന്നാൽ സെമീറാക്ക് അത് വല്ലാത്തൊരു വിഷമായി. മോൾ ഇങ്ങോട്ട് വാ വാ, ഉമ്മച്ചിൻ്റെ മടിയിരിക്ക. അല്ല, അവൾ അവിടെ ഇരുന്നോട്ടെ, അതായിരിക്കും ഇപ്പം നല്ലത്. അതെന്താ? അല്ല, അതാണ് നല്ലത്. അല്ലെങ്കിലും കുട്ടികളെ ഫ്രണ്ടിലിരുത്തിയിട്ട് പോകുന്ന അത്ര നല്ലതോ. പിന്നെ ഈ ഒരു സിറ്റുവേഷനിലും അത് തന്നെയല്ലേ നല്ലത്. എന്നാൽ ഞാൻ പിന്നിലേക്ക് ഇരിക്കാം. ഷെമി, അടങ്ങിയിരിക്ക്. അല്ല, പാവല്ലേ, ഐഷു ഒറ്റക്കാവൂലേ? ഏയ്, ഐഷു അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഐഷു, എൻ്റെ ഐഷു അവിടെ പിന്നിലല്ലേ കിടക്കാറുള്ളൊക്കെ ഉള്ളത്. എനിക്കിവിടെ കളിക്കുന്നതാണ് ഇഷ്ടം, ഞാൻ മുന്നിലേക്കില്ല. എന്നാലും സെമീറാക്കത് വല്ലാത്തൊരു വിഷമം. പാവം കുട്ടി, റബ്ബേ, ഓള് പിന്നിലിരിക്കുകയെന്ന് പറയുമ്പോൾ അത് എൻ്റെ പെണ്ണെ, നീ വിഷമിക്കണ്ട. കാരണം ഇപ്പം മാതാപിതാക്കൾ മുന്നിലിരിക്കുമ്പോൾ മക്കൾ പിന്നിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. ആരും ഫ്രണ്ടിലേക്കൊന്നും വരാറില്ല. അവർക്ക് അവരെ സ്വാതന്ത്ര്യം കളിക്കാനൊക്കെ നല്ല സുഖമായ സ്ഥലമൊക്കെ പിന്നിൽ ഇഷ്ടം പോലെ സ്പേസ്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഇടുങ്ങി പിടിച്ചിരിക്കണ്ടേ? മക്കളൊക്കെ കളിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. നീ എന്താ ഇങ്ങനെ പെണ്ണേ? എന്നാലും സെമീറൊക്കെ വിഷമമായിരുന്നു. റബ്ബേ, ഉമ്മല്ലാത്ത കുട്ടിയല്ലേ, പഠിച്ചോൻ കാണുന്നുണ്ടാവുമല്ലോ എല്ലാം. അവൾക്ക് ആ വിഷമമായിരുന്നു. സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞത് ഉസ്താദ് ശ്രദ്ധിച്ചു. എന്താ എന്താ നിനക്ക്? എന്താ പിന്നിലേക്ക് പോകണം? അല്ല, എനിക്ക് പാവം തോന്നാം. എന്നാൽ ഐഷു പിന്നിലെ നല്ല കളിയും തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഓൾക്ക് കൂട്ടായിട്ട് നമുക്ക് വൈകാതെ തന്നെ അള്ളാഹു നൽകുമല്ലോ ഒന്നിനെ. എന്നാൽ പിന്നെ അവരവിടെ കളിച്ചോളും. ശരിക്കും ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് സെമീറയുടെ ആ ഒരു ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഹോസ്പിറ്റൽ എത്തി. നല്ല തിരക്കുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആ ഡോക്ടറുടെ അടുത്ത് തന്നെ നല്ല തിരക്കാണ്. ഫാത്തിമ സുഹറ കണ്ട പോലെ അങ്ങനെ പറയും, പക്ഷേ മനസ്സിലൊന്നുള്ള ഇല്ല. എങ്കിലും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് ഫാത്തിമ സുഹറ. അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ ടോക്കൺ നമ്പർ 72. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഒരു നിമിഷം സമീറ ആ കാഴ്ചകൾ കണ്ടു. റബ്ബേ, പാവം, പല പല പെൺകുട്ടികൾ. അതാ പ്രസവവേദന തുടങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ 10 മാസം തികഞ്ഞവരുണ്ട്, തുടങ്ങുന്നവരുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പല രീതിയിലും 5ഉം 6ഉം മാസമായവർ, അങ്ങനെയൊക്കെ. അവരുടെയൊക്കെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ, നിറവയറുമായി അവർ നടക്കുന്ന അവസ്ഥ കാണുമ്പോൾ സെമീറക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു ടെൻഷന് തോന്നി. പഠിച്ചോനെ, അല്ലാ, എങ്ങനെ റബ്ബേ ഇതൊക്കെ? അതെ, പ്രസവിക്കാത്ത അവൾക്കൊന്നും പരിചയമില്ലല്ലോ, അവൾക്ക് ആദ്യമായിട്ടാണല്ലോ. എന്നാൽ ഓരോ ഭാര്യമാരുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എല്ലാം പറയുന്നു. ഉസ്താദ് സെമീറെ വിളിച്ചു. ഷെമി, ദാ ഇവിടെ ഇരിക്കുക. വേണ്ടക്ക, ഇരിക്കൊന്നും വേണ്ട. കണ്ടില്ലേ അവിടേക്ക് പൂർണ്ണ ഗർഭിണികളായ ആളുകൾ, അവരെ കാണുമ്പോഴേ എനിക്ക് നീ ഇരിക്കുമെണ്ണേ, അവർക്കിരിക്കാൻ പറ്റൂല. അതെന്താ? അതെ, അതങ്ങനെയാണ്. ലാസ്റ്റ് ആകുമ്പോൾ ശരിക്കിരിക്കാനൊന്നും അങ്ങനെ നല്ലതല്ല ഇരിക്കുന്നതൊന്നും. അതിങ്ങനെ ശരീരം ആഴണം, ശരീരം ഒഴുകണം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ നടക്കുന്നതാണ് നല്ലത്. ഇക്ക, ഗർഭിണികളായ ആ ഒരു പെണ്ണുങ്ങളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ഇടങ്ങാറ് തോന്നുകയാണ്. അതാണ് ഞാൻ ഇരിക്കാത്തത്. എൻ്റെ ക്ഷമി, എന്തായാലും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. എന്നാൽ ഐഷു അപ്പോഴേക്കും അതാ അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഇക്ക, എന്തെങ്കിലും മോളെ പോയി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ എൻ്റെ അടുത്തുണ്ട്, എന്തെങ്കിലും പുറത്ത് പോയി വാങ്ങിക്കൊടുക്കോ, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഒന്ന് കൊടുക്കോ? അവൾക്ക് എന്ത് മോളോ, എന്താ ദാഹിക്കുന്നുണ്ടോ? ഉമ്മച്ചി, ഇല്ല. പിന്നെന്താ? ഒന്നുമില്ല. എന്താ റബ്ബേ മോൾക്ക്? അതെ, സെമീർക്ക് നല്ല ടെൻഷനായി. അതൊന്നും ഉണ്ടാവില്ല, അവളിവിടെ ഒരുപാട് സമയം ഇങ്ങനെ ചടച്ചു നിന്നപ്പോഴേ. ഐഷുമ്മ പറഞ്ഞിരുന്നു എന്നോട്, മോൾ അവിടെ ആക്കണോ, ഒരുപാട് ടൈം നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ. ശരിയാണ്, ഉമ്മാക്കറിയാലോ കാര്യങ്ങളൊക്കെ. മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ തിരക്കാണെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ളത്. പിന്നിക്ക, അവളില്ലാതെ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളെ കൂട്ടി. ആയിക്കോട്ടെ, ഇത് കഴിയാനായല്ലോ ഇനിയിപ്പോൾ. എന്നാൽ അതിനിടയിൽ 2-3 ടോക്കൺ നമ്പർ ഇല്ല. കുറച്ചധികം സമയം അവർ വെയിറ്റ് ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വിളിക്കുന്നു അവരുടെ ടോക്കൺ നമ്പർ. അവർ അകത്തേക്ക് കയറി.
ലിസ്റ്റ് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ആ ഷമീറ എന്തൊക്കെയുണ്ട്? ഉം, റാഹത്തല്ലേ? ഓ ഇതാരാണ്? ഓ കുഞ്ഞാവെ കാണാൻ വന്നതാണോ? ആയിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ കഴിയാൻ കേട്ടോ. ആ പിന്നെ നമുക്ക് സ്കാനിങ്ങിന് എഴുതിയിരുന്നല്ലേ, അത് നമുക്ക് ചെയ്യാം കേട്ടോ. ആ എന്തൊക്കെയാ ഉസ്താദേ, സുഖല്ലേ, റാഹത്തല്ലേ? ഉം, എങ്ങനെയുണ്ട് ഇപ്പം, പ്രഭാഷണം കാര്യങ്ങളൊക്കെ ഉണ്ടോ? പറഞ്ഞു കേട്ടിരുന്നു എല്ലാവരും നല്ല അടിപൊളി ലൈവ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. മാഷാ അല്ലാ. എന്തായാലും ഒഴിവ് കിട്ടുമ്പോൾ കേൾക്കണം എന്ന് വിചാരിക്കും, പിന്നെ ബിസി അല്ലേ. ആ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആരൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഓക്കെ, നമുക്ക് സെമീറയുടെ സ്കാനിങ് ഞാൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ സിസ്റ്റർ. ആ ഇതാ സെമീറ ആ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്ന് കെടുത്തിക്കോളട്ടോ. എന്നാൽ അപ്പോഴേക്കും അടുത്ത പേഷ്യൻറ്റിന് എന്തൊരു പ്രശ്നമായിട്ട് പെട്ടെന്ന് വന്നു. എന്താ, എന്ത് പറ്റി? എന്താ? അവൾക്ക് ഈ ഊരമ്മക്കൂടൊരു വേദന. ഓ അങ്ങനെയല്ലേ, പ്രഗ്നൻസി ടൈമിൽ കുറച്ചൊക്കെ വേദനയും കുളത്തിലൊക്കെ ഉണ്ടാവും. പടച്ചിറപ്പ് നമുക്ക് മക്കൾ തരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതൊക്കെ മാറിക്കോളൂ കേട്ടോ. അതിനൊന്നും മെഡിസിൻ കഴിക്കാൻ ഞാൻ എഴുതുന്നില്ല, അതിനൊന്നും മെഡിസിൻ്റെ കാര്യമില്ല. അതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോയിക്കോളും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആഹാ, ഇതെന്താ ഹസീന നിൻ്റെ കൈകളിലും കാലുകളിലൊക്കെ? ഇതെന്താ? മൈലാഞ്ചി ഇട്ടതാണ്. മൈലാഞ്ചിയോ? എന്താ മോളെ, ഇതൊക്കെ ശരീരത്തിന് കേടല്ലേ, ഇതൊക്കെ ട്യൂബ് മൈലാഞ്ചി അല്ലേ, ഇതൊന്നും ഇടാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വരെ അത് ബാധിക്കും. കണ്ടിട്ടില്ലേ ഓരോന്ന് കൈകൾ പൊള്ളിയതും കാലുകൾ പൊള്ളിയതൊക്കെ? ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് വെറുതെ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലൊക്കെ പുരട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നാച്ചുറൽ മൈലാഞ്ചി ഉണ്ടല്ലോ, നല്ല മെഹന്തി ലീഫ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാണ്, അതരച്ചിട്ടോളൂ, അതിനൊരു കുഴപ്പമില്ല. എന്നാൽ അവളുടെ കൂടെ വന്ന അവളുടെ അമ്മായിമ്മ പറഞ്ഞു, അത് ഡോക്ടറെ, അത് ചിത്രം വരക്കാനൊന്നും പറ്റൂലല്ലോ, അതൊക്കെ ഇങ്ങനെ അരച്ചു കാണും, ഇങ്ങനെ അങ്ങനെ പണ്ടത്തെ മാതിരി വെളിഞ്ഞയും കുത്തും കുത്തി അതിൻ്റെ മേലെ ഇങ്ങനെ പത്തിരി പോലെ ഇടാൻ അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ഉമ്മക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ, പഴയ കാലത്തെ മൈലാഞ്ചി ഇപ്പോഴത്തെ മൈലാഞ്ചിയും തമ്മിൽ എത്ര വ്യത്യാസമാണ്. നമ്മൾ ഇതൊക്കെ കെമിക്കൽസാണ്, എത്ര പെട്ടെന്നാണ് ചുവക്കുന്നത്. അത് പോരാത്തിരുത് പൊളിഞ്ഞാണ് പോകുന്നത്, അത് തന്നെ കെമിക്കലാണല്ലോ. ആ പഴയ മൈലാഞ്ചി എന്തെങ്കിലും പൊളിഞ്ഞു പോവോ? ഇല്ല, അതൊക്കെ ആ ചുവപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ മാറിപ്പോവായിരിക്കും. ആ എന്തായാലും വേണ്ടിയില്ല, ഇത് ഇനി മോളെ ഉപയോഗിക്കല്ല കേട്ടോ. ഈ പ്രഗ്നൻസി ടൈമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ആക്കുകയാണെങ്കിൽ അതൊക്കെ കുഞ്ഞിനെ ബാധിക്കും കേട്ടോ. എന്നാൽ കുഴപ്പമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ, അവിടെ ഇരിക്കുമോ? ഓക്കെ. അപ്പോഴേക്കും ഡോക്ടർ അതാ സ്കാനിങ്ങിന് വന്നു സെമീറയുടെ അരികിലേക്ക്. സെമീറ എന്താ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഡോക്ടറെ ഇല്ല. എന്തെങ്കിലും അസുഖമുണ്ടോ? പെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഊരുവേദനയുണ്ടോ? ഛർദിയുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആ ചെറുതായിട്ടൊരു തലകറക്കുമ്പോൾ. ഓ അങ്ങനെയല്ലേ, ഇൻഷാ അല്ലാ അതൊക്കെ ശരിയാകും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, എന്തൊരു വിജയത്തിൻ്റെ പിന്നിലും കുറച്ച് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെയാണ് ഇത്. പിന്നെ ഇതൊരു അസുഖമാക്കി എടുക്കരുത് കേട്ടോ. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മളിപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ്, അതായത് ഗർഭിണിയാണ് കഴിഞ്ഞാൽ പിന്നെ അസുഖക്കാരിയെ പോലെയാണ് അവരെ കാണുക. ആ ഓള് ഗർഭിണിയാണത്, പക്ഷെ ഒരിക്കലും അതൊരു അസുഖമല്ല. നമുക്ക് അള്ളാഹു നൽകി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണത്. ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരം തയ്യാറെടുക്കും, അതുപോലെ തന്നെ ഒക്കെ റെഡിയാവും ചെയ്യും. നമ്മളത് ഭയങ്കര വേറെ വലിയ എന്തോ ഒരു സംഭവം പോലെ മെഡിസിനും മരുന്നും ഒക്കെ കുടിച്ച് ഇതിങ്ങനെ തല കുത്തനെയൊക്കെ ഇട്ട് കെടുത്തി അങ്ങനെയൊക്കെ ആക്കി തീർക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ പഠിച്ചോ നമുക്ക് തരും. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് സെമീറ? ഡോക്ടർ അതാ സ്കാനിങ് ചെയ്ത് തുടങ്ങുന്നു. ഇടയ്ക്കിടെ അതാ സ്കാനിങ് ചെയ്യുന്ന ആ ഒരു മെഷീൻ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടെ അമർത്തി വെക്കുന്നു. വയറിന് മുകളിലായിട്ട് എന്തൊക്കെയോ ഒരു കൊഴുപ്പുള്ള ഓയിൽമെൻറ്റ് പുരട്ടിയിട്ടുണ്ട്. ഡ്രസ്സുകൾ മുകളിലേക്ക് തീർത്ത് വെച്ചിട്ടുണ്ട്. അതെ, അവൾക്ക് ആദ്യമായിട്ടായിരുന്നു അത്. ഒരു സ്ക്രീനിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട്, അതെന്താണെന്ന് ഏതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഉസ്താദും നമ്മുടെ ഐഷുവും പുറത്ത് ചെയറിലിരിക്കുകയാണ്. ഉമ്മച്ചി ഉമ്മച്ചി ഉപ്പച്ചി, ഉമ്മച്ചിൻ്റെ കുഞ്ഞാവിയെ കിട്ടുമോ ഇപ്പോൾ? ഇല്ല മോളെ, നമ്മൾ കുഞ്ഞാവ് ഉണ്ടോ ചെക്ക് ചെയ്യാണ് കേട്ടോ. കുഞ്ഞാവ് ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരും കേട്ടോ. കുഞ്ഞാവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.
അങ്ങനെ അതാ സ്കാനിങ് ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ എടുക്കുന്നു. അല്പസമയം കൂടി ഇരുന്നു. കൂടെ സിസ്റ്റേഴ്സും ഉണ്ട്. വാട്ട്സ് പ്രോബ്ലം? ഏയ് നോ പ്രോബ്ലം, ദിസ് ഈസ് ട്വിൻസ് ഓഫ് കോഴ്സ്. ഓക്കെ. സെമീറാക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അവരെന്തോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അവർ ചിരിക്കുന്നുമുണ്ട്. ഡോക്ടർ അവർക്ക് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതെ, അല്പം കൂടുതലായിട്ടുള്ള സമയം തന്നെ സ്കാനിങ് ചെയ്യുകയാണ്. ഓക്കെ സെമീറ, കൺഗ്രാജുലേഷൻസ്. ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ഷമീറ ശരിക്കും ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടറെ, പറയാം. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 പേര് കൂടെ പുറത്തുണ്ടല്ലോ, അവർ മുമ്പിൽ വെച്ച് പറയാം കേട്ടോ. ഓക്കെ, എണീറ്റുള്ളൂ. സിസ്റ്ററെ പ്ലീസ് ഹെൽപ്പ്. ഓക്കെ. അങ്ങനെ ഏതാ സെമീറയുടെ സ്കാനിങ് കഴിഞ്ഞു. വയറിന്മേലൊക്കെ ഉള്ള ആ ഒരു കൊഴുപ്പുള്ള ഓയിൽമെൻറ്റും കാര്യങ്ങളുമെല്ലാം അത് അവർ സിസ്റ്റേഴ്സ് നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, താങ്ക് യു. അങ്ങനെ അതാ സെമീറ നടന്ന് നേരെ ഡോക്ടറോട്, ഇരിക്കൂ സെമീറ. അവർ വിളിക്കൂ കേട്ടോ. സെമീറയുടെ കൂടെ അതാ പെട്ടെന്ന് ഐഷു അത് കേട്ടു. ഉപ്പച്ചി അത് വിളിക്കുന്നു. ഓ കഴിഞ്ഞോ? ഉസ്താദ് ഓടിയെത്തി ഐഷുവിനെയും കൊണ്ട്. നിങ്ങൾ ഡോക്ടർ വിളിക്കുന്നു കേട്ടോ, ഒരു നിമിഷം. അതാ അവൻ്റെ ഉസ്താദിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു ഭീതി, എന്തൊക്കെയൊരു ബേജാറ്. പഠിച്ചവനെ റഹ്മാനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഒന്നും പഠിച്ചവനെ വിഷമകരമായൊരു വാർത്തയൊന്നും കേൾപ്പിക്കല്ലേ അല്ലാ റഹ്മാനെ. പഠിച്ച റബ്ബേ. ദിക്റുകളും സ്വലാത്തുകളും ഉരുവിട്ടുകൊണ്ട് അതാ ഉസ്താദ് ആ റൂമിനകത്തേക്ക് കയറി നേരെ ഡോക്ടറുടെ മുമ്പിൽ. ഉസ്താദേ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? റാഹത്തല്ലേ? വൈകി വന്ന വസന്തം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സെമീറാക്ക് അല്പം വൈകിയാണ് വസന്തം വന്നത്. ഡോക്ടറെ, അത് മനസ്സിലായില്ല അല്ലേ? മാഷാ അല്ലാ. ആദ്യമായി ഒരു സമ്മാനം തരാം അല്ലേ മോളെ? മോൾക്കും ഉസ്താദിനും അവൾക്കും വേണ്ടി അത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റ്സ് ഡോക്ടർ നൽകിക്കൊണ്ട് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്. ട്വിൻസാണ് കേട്ടോ, ഇരട്ട കുട്ടികളാണ് വയറ്റിലുള്ളത്. അതാണ് പറഞ്ഞത് വൈകി വന്ന വസന്തം. വൈകിയാണെങ്കിലും പടച്ച റബ്ബ് 2 തന്നിരിക്കുന്നു. മാഷാ അല്ലാ, കുഴപ്പമൊന്നും ഇപ്പോൾ കാണുന്നില്ല. 2 പേരും ഒരുപോലെ തന്നെ വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്കൊരു ചെക്കപ്പ് വേണ്ടി വരും കേട്ടോ. ഇനി 1 മാസം ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നീട് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരണം കേട്ടോ. ചെക്കപ്പ് ഒന്ന് ചെയ്യണം, നല്ലതാണ്. പിന്നെ ഈ സ്കാനിങ് എടുത്തുകൊണ്ട് ഇനി ഇപ്പോൾ വേണ്ട, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഓക്കെ. ശരിക്കും ഉസ്താദിൻ്റെയും സമീറയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കി. എന്ത് കരയാണോ നിങ്ങളിങ്ങനെ കരയാണോ? മാഷാ അല്ലാ, സന്തോഷിക്ക്. പടച്ച റബ്ബിനെ സ്തുതിച്ചോളൂ. മോളൂസിന് 2 കുഞ്ഞാവ് വരും കേട്ടോ. 2 പേരെയും നോക്കണം കേട്ടോ. 2 കുഞ്ഞാവേ? അതെ, 2 കുഞ്ഞാവ് വരും കേട്ടോ. എന്നാൽ ശരി, ഓക്കെ. മെഡിസിൻസ് ഞാൻ എഴുതണോ? അതോ കാൽസ്യത്തിൻ്റെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമോ? പ്രോട്ടീൻസ് കഴിക്കണം, ഫൈബർ കഴിക്കണം. അതൊക്കെ വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും പാലും മുട്ടയൊക്കെ കഴിച്ചോളൂ. ഓവറാകണ്ട ആവശ്യത്തിന്. ഓക്കെ. രാത്രി ചോറൊന്നും വേണ്ട കേട്ടോ. ഒരു നേരം ചോറ് കഴിക്കുക. ബാക്കി സാലഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കടല, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. കടലൊക്കെ കഴിച്ചാൽ നല്ല ഇതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പയറുവർഗ്ഗങ്ങളിലെ നേതാവ് എന്ന് വെച്ചാൽ ചെറുപയർ. അതൊക്കെ അല്പം കൂടുതൽ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. റൈസ്, കാർബോഹൈഡ്രേറ്റ് അത് കുറക്കുക. ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ മെഡിസിൻസ് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ കാൽസ്യമൊക്കെ കുറവാണെങ്കിൽ അതിനേക്കാളും നല്ല മെഡിസിൻ കഴിക്കുന്നതിനേക്കാൾ നല്ല ഫുഡിലൂടെ കഴിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ എഴുതി തരുകയും ചെയ്യട്ടെ. ഞാൻ എല്ലാവരോടും ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇലക്കറികൾ നന്നായിട്ട് കൂട്ടിക്കോളൂ കേട്ടോ. ഇലക്കറികൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും? മക്കൾക്ക് നല്ല മുടി ഉണ്ടാകും, നല്ല ഉഷാറാകും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഏതായാലും നിങ്ങൾ ഇടയ്ക്ക് ചെക്കപ്പിന് വരണം കേട്ടോ. ഇടയ്ക്ക് മുങ്ങരുതേ, കാരണം ട്വിൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാനേജ് ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായൊരു ഇതുണ്ട്. ശരിക്കും സെമീറാക്കും ഉസ്താദിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു സന്തോഷ വാർത്ത. അതെ, ഉസ്താദ് അവളെ തന്നെ നോക്കി അല്ലാഹുവേ റഹ്മാനെ, നീ എനിക്ക് എത്ര ബർക്കത്ത് റഹ്മാനെ നൽകുന്നത്. എന്നാൽ ശരി, ഓക്കെ, താങ്ക് യു. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു.
ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും സമീറ കരയുന്നുണ്ടായിരുന്നു. എന്താ പെണ്ണെ, എൻ്റെ ഉസ്താദേ, അള്ളാഹു എന്നെ രക്ഷിച്ചിരിക്കുന്നു. മച്ചി എന്ന് കരുതിയ ആണ് ഞാൻ. ഏയ്, അതെങ്ങനെ? അതിനുള്ളതൊക്കെ ചെയ്തെങ്കിൽ തന്നെയല്ലേ അതൊക്കെ. ഉസ്താദേ, എല്ലാവരും ഒരു നാട് മൊത്തം എന്നെ മച്ചിയാക്കിയതാണ്. ഈ ഒരു സന്തോഷം പടച്ച റബ്ബിനോട് എനിക്കിത് എങ്ങനെ പറയണമെന്നറിയുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായിരുന്നു. എന്താ വേണ്ടത് നമ്മളിഞ്ഞ്? ഉമ്മാനോട് പറയണം, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം എനിക്ക്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നും വേണ്ട ഉസ്താദേ. അതെന്താ? ഐഷു, എന്നാ വരി, ഒരു ജ്യൂസെങ്കിലും കുടിക്കാം. ഒരു ഉറുമമ്പഴം ജ്യൂസ് കഴിക്കാം അല്ലേ? സ്നാക്ക് എന്താ? കരിച്ചതും പൊരിച്ചതും ഒന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം അത് മതി. എന്നാൽ ഒരു സാലഡ് ആയിക്കോട്ടെ അല്ലേ? ഉസ്താദിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. അതെ, ഉസ്താദിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാൻ അറിയാൻ കഴിയുന്നില്ല. അത്രക്കും മനസ്സിൽ വല്ലാത്തൊരു ഇതാരോടാ റബ്ബ് ഞാൻ തുറന്ന് പറയാം എൻ്റെ സന്തോഷം. അതെ, അതിലാദ്യം പറയേണ്ടത് ഐഷുമ്മാനോടും ഷാമോനോടും തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കടപ്പെട്ടത്. കാരണം അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നതും അവർ രണ്ടുപേരും തന്നെയാണ്. അത് പറയുവാൻ വേണ്ടി ഉസ്താദിൻ്റെ മനസ്സ് തുടിച്ചു. എന്നാൽ സർപ്രൈസ് ആക്കണോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പറഞ്ഞാലോ? എന്തായിരിക്കും ഐഷുമ്മയുടെയൊക്കെ ആ ഒരു സന്തോഷം, അത് കാണാലോ. അതേ ഉസ്താദേ, നമുക്ക് അവിടെ പോയിട്ട് പറയാം. എന്നാൽ എന്തെങ്കിലും സ്വീറ്റ്സ് അങ്ങോട്ട് വാങ്ങണ്ടേ? അത് വാങ്ങാം. അങ്ങനെ അതാ അവർ ജ്യൂസ് കുടിച്ചു. എന്ന് പോയാലോ? മോൾക്ക് ബർഗർ വാങ്ങിയത് മോൾ കഴിച്ചില്ലല്ലോ. അവൾക്ക് അതൊന്നും വലിയൊരു താല്പര്യമില്ല തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കടിച്ച്. ഓക്കെ. അങ്ങനെ ഐഷുമ്മാക്ക് എന്തൊരു സ്പെഷ്യൽ പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരതാ നേരെ പുത്തൻ തറവാട് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഐഷുമ്മ ഈ സമയം പഠിച്ചോനെ എന്തൊക്കെയാവും റബ്ബേ, ആശുപത്രിക്ക് എന്ന് കരുതികാണ്ട് ഓലാണ്ട് പോയിനു. എന്താ എന്തൊക്കെയാവും പഠിച്ചോനെ, ഒരു കുഴപ്പമില്ല ഞാൻ മതിയായിരുന്നു. അല്ലാ, ആ കുട്ടീനെ മച്ചി എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ചത് റഹ്മാനെ, ഓളെ നാത്തൂമാരും ഓളെ പയോനും എല്ലാവരും കൂടി. പഠിച്ച റബ്ബേ അല്ലാ, നീ വിചാരിച്ചപ്പോൾ എത്ര എളുപ്പമുണ്ട് റഹ്മാനെ. അള്ളാഹുവേ. ഐഷുമ്മ അതാ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കാറിൻ്റെ ഹോണടി കേൾക്കുന്നു. ഒരു നിമിഷം നുസി, ഉമ്മ, അത് ഉസ്താദിൻ്റെ കാർ അതുകൊണ്ടുണ്ടല്ലോ. പഠിച്ചോനെ തന്നെ. അല്ലാ, മാഷ അല്ലാ, വന്നോ ഓല്? ഐഷുമ്മ അവിടെ നിന്ന് അല്ലാ എഴുന്നേറ്റു. പഴയമാര് നീച്ച് മണ്ടാൻ വയ്യേ. എൻ്റെ കുട്ടികൾ വന്നേക്കണ റബ്ബേ. സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി ഐഷുമ്മ അതാ സിറ്റ് ഔട്ടിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.